ഇപ്പോൾ ഈ മിഡിൽ ഈസ്റ്റ് അപ്ഡേറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്രായേലിൻ്റെ ഉള്ളിൽ വളരെ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ. അതായത് കുറേ ആൾക്കാർ പാലസ്തീൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഒരു മറുപടി എന്നുള്ള നിലയിൽ നെതന്യാഹു ഈ വെസ്റ്റ് ബാങ്കിൻ്റെ ഉള്ളിൽ, അതായത് ജുദയ സമാരിയ എന്ന് പറഞ്ഞ വെസ്റ്റ് ബാങ്കിൻ്റെ ഉള്ളിൽ ഏരിയ സി ആണ് അവിടെയുള്ള ഏറ്റവും ലാർജസ്റ്റ് സെറ്റിൽമെൻ്റ് ആയിട്ട് അറിയപ്പെടുന്നത്. ഈ ഏരിയ സി എന്ന് പറയുന്നത് ഈ വെസ്റ്റ് ബാങ്കിൻ്റെ ഉള്ളിൽ അഥവാ പാലസ്തീൻ്റെ ഉള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ജൂവിഷ് സെറ്റിൽമെൻറ്റുകളൊക്കെ ഉള്ള ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ ഈ ഏരിയ സി മൊത്തത്തിൽ ഇസ്രായേലുമായിട്ട് അനക്സ് ചെയ്യാണ്. ശരിക്കും പറഞ്ഞാൽ പാലസ്തീൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ് തന്നെ ഇല്ല. ഇപ്പോൾ ഏരിയ സിയും കൂടി ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വെസ്റ്റ് ബാങ്കിൻ്റെ ഉള്ളിൽ പറയത്തക്ക രീതിയിൽ പാലസ്തീൻ ഇല്ലാതാവുകയാണ്. ശരിക്കും പറഞ്ഞാൽ മാക്രോൺ, അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലെ ആന്റണി ആൽബനീസ്, ഈ രീതിയിലുള്ള ആൾക്കാരെല്ലാവരും കൂടി ചേർന്നിട്ട് ഈ പാലസ്തീൻ ടു സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് ഈ വെസ്റ്റ് ബാങ്ക് അനക്സേഷൻ ഇസ്രായേലിനെ കൊണ്ട് ധൃതിപ്പെട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവർ പാലസ്തീന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ പാലസ്തീൻ എതിരാണോ എന്ന് ചിന്തിക്കുന്ന രീതിയിലാണ് ഇവരുടെ സൈഡിലുള്ള പ്രഷർ. അതിന് റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിൽ നെതന്യാഹു ഈ വെസ്റ്റ് ബാങ്കിനെ ഇപ്പം അനക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ സൈലന്റ് ആയിട്ട് വളരെ കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇത് ഓൾമോസ്റ്റ് ഈ ഇസ്രായേലിന്റെ ക്യാബിനറ്റിൽ നെസറ്റിൽ വെച്ച് അപ്രൂവൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗാസയ്ക്കുള്ളിൽ നിന്നും ഗാസയിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ 10 വർഷത്തെ പ്ലാനാണ് നെതന്യാഹു ഫുൾ ചാർട്ടോട് കൂടി അമേരിക്കയ്ക്ക് കൺവേ ചെയ്തിരിക്കുന്നത്. അതായത് അതിന് അപ്രൂവലും കൂടി ട്രംപിന്റെ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ 10 വർഷത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇപ്പം മാറ്റിപ്പാർപ്പിക്കുന്ന ജനങ്ങൾ, അതായത് ഇത് ഒരു പക്ഷേ ഈജിപ്തിന്റെ സൈഡിലേക്കാവും, ഈജിപ്തിന്റെ സൈഡിൽ സൈനായ് എന്ന് പറഞ്ഞ ആ ഒരു പ്രൊവിൻസിലേക്കാവും ഈ ഒരു ഗാസയിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നത്. അതിനുശേഷം ഗാസ എന്ന് പറഞ്ഞ ആ ഒരു ഏരിയ മൊത്തത്തിൽ റീബിൽഡ് ചെയ്യും. അതായത് ഈ റിവേരിയ പ്ലാൻ ഒക്കെ തന്നെയാണ് അതിനകത്ത് വെച്ചിരിക്കുന്നത്. ട്രംപിന്റെ റിയൽ എസ്റ്റേറ്റ് പ്ലാൻ അതിൻ്റെ ഉള്ളിലുണ്ട്. അല്ലെങ്കിൽ ട്രംപ് ഒരിക്കലും പേഴ്സണൽ താല്പര്യമില്ലാണ്ട് അവിടെ ഒരിക്കലും ഒരു ഫേവർ ഒന്നും ചെയ്തു കൊടുക്കാൻ പോകുന്നില്ല. ട്രംപിന്റെ പ്രധാന ഉദ്ദേശം തന്നെ അവിടെ ട്രംപിന് കുറച്ച് സ്ഥലങ്ങൾ സ്വന്തമാക്കുക, പ്രത്യേകിച്ചും ട്രംപ് ഹോസ്പിറ്റാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ആ വിഷയങ്ങൾ തന്നെയാണ്. വിച്ച് ഈസ് ട്രംപിന്റെ ഫാമിലി ബിസിനസ് എക്സ്പാൻഷൻ പ്ലാൻ. അത് തന്നെയാണ് അവിടെ നടപ്പിലാകുന്നത്. പിന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന് തലവേദന ഒഴിവാക്കുക എന്നുള്ളതാണ്, ഏത് തീവ്രവാദികളെ കൊണ്ടുള്ള ശല്യം. അപ്പോൾ അതുകൊണ്ട് 10 വർഷത്തേക്ക് എന്നാണ് പറയുന്നത്. ഈ 10 വർഷം കഴിഞ്ഞ് ഈ ഗാസയ്ക്കുള്ളിൽ റിയൽ എസ്റ്റേറ്റ് മാതൃകയിൽ പല രീതിയിലുള്ള കൺസ്ട്രക്ഷൻസ്, റെസിഡൻഷ്യൽ ബിൽഡിങ്സ് ഒക്കെ അവിടെ ഉണ്ടാവും. പക്ഷേ എല്ലാം ലക്ഷറി ആയിരിക്കും. പിന്നെ ഒരിക്കലും തോന്നുന്നില്ല ഈ ജനങ്ങൾക്ക് തിരിച്ച് ആ ഒരു ഗാസയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റും എന്നുള്ളത്. കാരണം അത്രമാത്രം എക്സ്പെൻസീവ് ആയിരിക്കും, ടോപ്പ് ക്ലാസ് ആയിരിക്കും അവിടെ. അങ്ങനെ ഒരു ഹൈ ലെവൽ എൻറിച്ച്ഡ് ടൂറിസ്റ്റ് പ്ലേസിനകത്ത് ഈ ഗാസയിലെ ജനങ്ങൾ പോയിട്ട് പൈസ കൊടുത്ത് അവിടെ താമസിക്കാൻ പോകുന്നത് അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ഈ ഒരു തീവ്രവാദ ആക്രമണം അത് ആ എൻറ്റയർ ജനങ്ങൾക്ക് തന്നെ വിനയായി തീർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവരെ തള്ളിവിട്ടിരിക്കുകയാണ്. ഇനി എത്രത്തോളം ഇവിടെ നിന്ന് കൂക്കി വിളിയും കുയ്യോ മിയോ എന്നൊക്കെ പറഞ്ഞാലും ഒരു രക്ഷയില്ല എന്നുള്ള അവസ്ഥയാണ്. പിന്നെ ഹമാസ് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ ഈ പാർഷ്യൽ ബന്ദിമോചനം ഇതിനെക്കുറിച്ചുള്ള ചർച്ച ഒഴിവാക്കിയ അവസ്ഥയിലാണ്. അവരിതിനെ ഡ്രോപ്പ് ഡൗൺ ചെയ്തത് കൊണ്ടാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് താല്പര്യം കാണിക്കാത്തതും ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു രീതിയിലുള്ള പ്രൊപ്പോസൽസ് മുന്നോട്ട് വെക്കാൻ കഴിയാത്തതും എന്നാണ് ഹമാസിന്റെ സൈഡിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ഈ അബു ഒബൈദയൊക്കെ ഇപ്പോൾ കൊല്ലപ്പെട്ടല്ലോ. ഇതിനോടൊപ്പം കുറേ ലീഡേഴ്സൊക്കെ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവരുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്ന ദിവസങ്ങളിൽ പുറത്തു വരും 1 by 1 ആയിട്ട്. ഹമാസ് ശരിക്കും പറഞ്ഞാൽ പെട്ടുപോയ അവസ്ഥയിലാണ്. നമുക്കൊന്നും പറയാനില്ല. ശരിക്കും ഹമാസ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാർഷ്യൽ വിഡ്രോവലിന് തയ്യാറാണെങ്കിൽ കണ്ടീഷൻസ് ഡ്രാഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഈ ഒരു വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച തുടങ്ങാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം തന്നെ വെളിയിലിരിക്കുന്ന ഹമാസിന്റെ ലീഡേഴ്സാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടോ. കാരണം അവരൊക്കെ ഹോട്ടലിലും തുർക്കിയിലും ഖത്തറിലൊക്കെയാണ് അവർ താമസം. പിന്നെ കുറച്ച് ആൾക്കാർ അമേരിക്കയിലൊക്കെ ഉണ്ട് ഫണ്ട് പിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. അമേരിക്കയ്ക്ക് അറിയാം, തീർച്ചയായിട്ടും അമേരിക്കൻ ഇന്റലിജൻസിന് അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും. പക്ഷേ എന്നാലും കുറച്ച് ആക്ഷൻസ് ഒക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ എടുത്തിരുന്നു അമേരിക്കയുടെ ഉള്ളിൽ. പിന്നീട് അത്ര തീവ്രമായ ഒരു നടപടിക്രമങ്ങളിലേക്ക് ഒരു മുന്നോട്ട് പോയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷേ സ്റ്റിൽ ഇങ്ങനത്തെ ഫണ്ട് ശേഖരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പാലസ്തീൻ സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞ് എത്രയോ പ്രൊട്ടസ്റ്റുകൾ ന്യൂയോർക്ക് സിറ്റിയിൽ തന്നെ നടക്കുന്നുണ്ട് ദിവസം ഈ ഫ്രീ പാലസ്തീൻ പറഞ്ഞുകൊണ്ട്. ഇതൊക്കെ അമേരിക്കയ്ക്ക് അറിയാം. പക്ഷേ എന്തായാലും ഒരു പരിധിക്ക് കൂടുതൽ ഒന്നും തന്നെ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള അവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഇവിടെ തകൃതിയായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഗാസയിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കും എന്നാണ് നമുക്ക് പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പം തന്നെ ഒരു പരിധി വരെ കംപ്ലീറ്റ് അവിടെ അറ്റാക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ ഈ ജനങ്ങളെല്ലാം ഒരു മൂലയിലേക്ക് ഒതുങ്ങിയ അവസ്ഥയിലാണ്. കുറേ ആൾക്കാർ ഈ കടൽ തീരത്തും പിന്നെ കുറച്ച് ആൾക്കാർ ഈ റഫ ബോർഡർ ആ ഭാഗത്തൊക്കെയാണ് ഇപ്പം സെറ്റിലായിരിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാം തന്നെ റഫയുടെ പുറത്തേക്ക് കൊണ്ടുവരാനാണ് തീരുമാനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സൈനായ് ഏരിയ ഉണ്ടല്ലോ, ഈജിപ്തിൻ്റെ ഏരിയ, അവിടെ കൊണ്ട് നിർത്താനാണ്, അവിടെ കൊണ്ട് താമസിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ആ മേഖലയിൽ ഏതാണ്ട്
40,000 ഭടന്മാരെ കൊണ്ട് നിർത്തി വെച്ചിട്ടുണ്ട്, ഈജിപ്ഷ്യൻ ഭടന്മാരെ. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പാലസ്തീനികൾ എന്ന് വിളിക്കപ്പെടുന്ന ഈ ഗാസയിലുള്ള ഈ ജനങ്ങൾക്ക് ഏറ്റവും സപ്പോർട്ട് കൊടുക്കുന്ന ഈജിപ്റ്റ് എന്ന് പറയപ്പെടുന്ന ഈ ഈജിപ്തിന്റെ ഉള്ളിൽ ഈ പാലസ്തീനികളായിട്ടുള്ള ഈ ഗാസക്കാരെ അങ്ങോട്ട് കയറി വരാൻ പാടില്ല ഈജിപ്തിന്റെ ഉള്ളിലേക്ക്. അത് തടയാൻ വേണ്ടിയിട്ടാണ് അവിടെ കൊണ്ട് നിർത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈജിപ്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളും അവരുടെ ആ ഒരു സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ അവർ നോക്കുന്നുണ്ട്. അതായത് അവർക്ക് ഈ അഭയാർത്ഥികളെ എടുക്കാൻ വയ്യ. ഇവർക്ക് വേണമെങ്കിൽ യൂറോപ്പിലേക്ക് പോവാം. കാരണം യൂറോപ്പിലേക്ക് പോയാൽ ഗുണമുണ്ട്. 2 കാരണങ്ങളാണ്. കാരണം 1, മതം പ്രചരിപ്പിക്കാം. 2, ഈ തലവേദന അവർ ചുമക്കണ്ട. അവർക്ക് ഫണ്ടിങ്ങിനായാലും മറ്റുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനും വളരെ എളുപ്പമാണ്. അപ്പോൾ യൂറോപ്പിലേക്ക് എങ്ങനെയെങ്കിലും തള്ളിവിടാനാണ് ഇവർ എപ്പോഴും ശ്രമിക്കുന്നത്. പക്ഷേ യൂറോപ്പ് ഇപ്പോൾ എടുക്കാൻ തയ്യാറല്ല. കാരണം അവർക്ക് ഓൾറെഡി ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അവർക്ക് 1 അല്ല 2 അല്ല പല എക്സ്പീരിയൻസ് ആയി ഇപ്പം. അതുകൊണ്ട് തന്നെ ആഫ്രിക്കൻ മേഖലയിൽ നിന്നുള്ള കുടിയേറ്റം, മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിന്നുള്ള ഇതുപോലെ അഭയാർത്ഥികൾ കുടിയേറ്റം, ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് യൂറോപ്പ് നേരിടുന്നത്. അപ്പോൾ അതുകൊണ്ട് യൂറോപ്പ് എന്തായാലും ഇവരെ എടുക്കില്ല. അതുകൊണ്ട് യൂറോപ്പൊക്കെ ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് ഒഴിവാകുന്ന അവസ്ഥയിലാണ് അവരുടെ ഡിപ്ലോമസിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഗ്രേറ്റ തൻബർഗ് വീണ്ടും ഗാസയെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ അത് ഇസ്രായേൽ തടഞ്ഞിരിക്കുകയാണ്. ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് പീസ് ഡീലുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ചർച്ച ഞങ്ങൾ ഡ്രോപ്പ് ഡൗൺ ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വിഷയം അറിഞ്ഞുകൊണ്ട് അമേരിക്കയിൽ നിന്നും സ്റ്റീവ് വിറ്റ്കോഫ് പുള്ളി ഖത്തറുമായിട്ട് കോൺടാക്ട് ചെയ്തപ്പോഴത്തേക്കും ഖത്തറിൽ നിന്നും കിട്ടിയ മറുപടി എന്ന് പറഞ്ഞാൽ അവർ തൽക്കാലം ഹമാസ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് മുന്നോട്ട് വരുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഖത്തർ ഇപ്പം ഇതിൽ നിന്നും കുറച്ച് ഉൾവലിഞ്ഞ് നിൽക്കുകയാണ്. ഖത്തർ ഇപ്പോൾ കൂടുതൽ എഫക്റ്റീവായിട്ട് ഈ ഒരു നെഗോസിയേഷനിലേക്ക് വരുന്നില്ല. അതാണ് നമുക്ക് പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുപോലെ ഹൂത്തികൾ നല്ല രീതിയിലുള്ള ആക്രമണം ഏറ്റുവാങ്ങിയല്ലോ ശരിക്കും ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ അവിടെ ശരിക്കും വലിയ രീതിയിലുള്ള ഒരു സെറമോണിയാണ് അവിടെ നടന്നത്, ഒരു ബറിയൽ സെറമോണി. كلهم صلاة الجنازة. صورة الجنازة. الله يعافيكم يكتب أجركم. الفائدة في الصلاة عليهم، الأجر في الصلاة عليهم. أبناء اليمن كلما قامتهم تفتت وعاندت قبائل اليمن كلهم الصلاة قائمة. ഇതുപോലത്തെ നിർണായകമായിട്ടുള്ള മീറ്റിങ്ങുകൾ നടക്കാനുള്ള മേഖലകളെല്ലാം ഇപ്പം ശരിക്കും ഹൂത്തികൾ പേടിച്ചിരിക്കുകയാണ് ശരിക്കും. അപ്പോൾ അവർ ഇപ്പം ഈ മൊബൈൽ ഫോൺ അതുപോലത്തെ ഈ ഗാഡ്ഗറ്റ്സുകളൊക്കെ ഇപ്പോൾ ഒഴിവാക്കിക്കൊണ്ട് വരികയാണ്. കാരണം ഇതിനു മുമ്പ് അവർ ഇതൊന്നും ഉപയോഗിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വീണ്ടും അത് ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴാണ് കുറച്ചുകൂടെ എളുപ്പത്തിൽ മൊസാദിന് ഒരു ഓപ്പറേഷൻ ചെയ്യാൻ പറ്റിയതെന്നാണ് അവർ വിശ്വസിക്കുന്നത്. പക്ഷേ മൊസാദ് ഇത് എങ്ങനെ ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. അവരത് കുറച്ച് കാലം കഴിയും, ചിലപ്പോൾ 6 മാസം 7 മാസം ചിലപ്പോൾ ഒരു 1 ഇയർ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഈ ഓപ്പറേഷൻ എങ്ങനെ ചെയ്തു എന്നുള്ളത് അവർ വളരെ വ്യക്തമായിട്ട് വീഡിയോ ഫുട്ടേജ് സഹിതം അവർ പുറത്തിറക്കും. അപ്പോൾ അന്ന് മാത്രമേ നമുക്കിത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പുടിൻ ഒരു നിർണായക ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുകയാണ്. അതായത് ഉക്രൈൻ്റെ യൂറോപ്യൻ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ റഷ്യ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൽ പുടിൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഉക്രൈൻ യൂറോപ്യൻ യൂണിയനിൽ ചേരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യയ്ക്ക് ഒരു രീതിയിലുള്ള വിരോധവും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഡ്രോ എ ലൈൻ വിത്ത് നാറ്റോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാറ്റോയുമായിട്ട് ബന്ധപ്പെട്ട ഒരു രീതിയിലുള്ള കണക്ഷൻസും ഉക്രൈന് പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ പുടിൻ കൊടുക്കുന്ന ഒരു ഓപ്ഷൻ ആയിട്ടാണ് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നത്. യൂറോപ്യൻ യൂണിയനിൽ ചേർന്നുകൊണ്ട് നാറ്റോയെ മാറ്റി നിർത്തിക്കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുക, അതാണ് പുടിൻ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ. കാരണം ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പുടിനും വലിയ താല്പര്യമില്ല. ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഉക്രൈനിലെ സെലൻസ്കിയും ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മോദിയുമായിട്ട് വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. ചൈനയിൽ വെച്ചിട്ട് പുടിനും മോദിയും തമ്മിൽ 45 മിനിറ്റ്സ് സംസാരിച്ചതിൽ ഒരു മേജർ പാർട്ട് ഉക്രൈൻ ആയിരുന്നു ചർച്ചാ വിഷയം എന്നും കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതായത് എങ്ങനെയെങ്കിലും ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കണം. ഉക്രൈനിൽ സെലൻസ്കി ചോദിക്കുന്നത് ഒരു ഇമ്മീഡിയറ്റ് സീസ് ഫയർ എങ്ങനെയും മേടിച്ചു തരാൻ പറ്റുമോ. ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററുമായിട്ട് സംസാരിച്ച സമയത്ത് ഉക്രൈൻ സെലൻസ്കി മുന്നോട്ട് വെച്ച റിക്വസ്റ്റ്, ആ അഭ്യർത്ഥന മാനിച്ചാണ് ഈ റിക്വസ്റ്റുകളും കാര്യങ്ങളെല്ലാം വ്ളാഡിമിർ പുടിനുമായിട്ട് ചർച്ച നടത്തിയിരിക്കുന്നത്. ഇനി തീരുമാനം ശരിക്കും പറഞ്ഞാൽ റഷ്യ അങ്ങനെ ഓപ്പണായിട്ട് പ്രഖ്യാപിക്കത്തില്ല. പക്ഷേ ചില ഓപ്ഷൻ റഷ്യ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ യൂറോപ്യൻ യൂണിയന്റെ കയ്യിലാണ് ഇപ്പോൾ ഓപ്ഷൻ. ഉക്രൈനെ യൂറോപ്യൻ യൂണിയനിലോട്ട് ലയിപ്പിച്ചുകൊണ്ട് അവർക്ക് യുദ്ധം വേണമെങ്കിൽ അവസാനിപ്പിക്കാം. അപ്പോൾ അതുപോലെ പുള്ളി പറഞ്ഞു വെച്ചിരിക്കുന്നത് ട്രംപുമായിട്ട് കംപ്ലീറ്റ് കാര്യങ്ങളും വിശദമായിട്ട് ചർച്ച ചെയ്തതാണ്. അമേരിക്ക റഷ്യയുടെ കൺസേൺ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ്. റഷ്യയുടെ ആവശ്യം എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു പ്രസിഡന്റാണ് അവിടെ ഉള്ളത്, ഡൊണാൾഡ് ട്രംപ് എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പം അവർക്കറിയാം ഇതിനകത്ത് എന്താണ് പ്രശ്നം എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം അവർ സജസ്റ്റ് ചെയ്യും എന്നാണ് പുടിൻ പ്രതീക്ഷിക്കുന്നതായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത്.
അപ്പോൾ എന്തായാലും കുറച്ച് നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.